ഹായ് എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ വീഡിയോ കണ്ടായിരുന്നോ? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. പിന്നെന്താ, ജിയമോൾക്കും റിൻറ്റുവിൻ്റെ കുഞ്ഞുമോനും ഒക്കെ ആൻറ്റിയുടെ വക ഒരു ഹായ് ഉണ്ടേ. പിന്നെന്താ, ഇന്നലെ ഒരു കമൻറ്റ് വന്നു സൂസൻ്റെ കേട്ടോ. എന്നും ദോശ ഇഡലിയാണോ ഒന്ന് മാറ്റി പിടിക്കുന്നു. എനിക്ക് തോന്നുന്നു സൂസന് ഇഡലിയും ദോശ ഉണ്ടാക്കുന്നതിൻ്റെ എന്നുള്ള വീഡിയോയിൽ ചെല്ലുന്നുള്ളതായിരിക്കും. എന്നും കാണുന്നവർക്കറിയാം ഞാൻ വേറെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത്. അതിൽ വന്ന് സൂസൻ ഇട്ട കമൻറ്റിൻ്റെ അകത്ത് 3-4 പേര് വന്ന് ലൈക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നും കാണുന്നവർക്കറിയാമല്ലോ ഞാൻ എന്നും. പിന്നെ ഇഡലിയും ദോശയാണ് ആഴ്ചയിൽ കൂടുതലും ഉണ്ടാക്കുന്നത്. കാരണം അതാകുമ്പോൾ നമുക്ക് എളുപ്പവും അല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ പാസ്ത കൂടുതലും സാൻഡ്വിച്ച് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക്. അല്ലാതെ ഈ ഉപ്പുമാവ് അതൊക്കെ ഉണ്ടാക്കി അത് ടിഫിന് കൊടുത്തു വിടാക്കത്തില്ല. അതുകൊണ്ട് പിന്നെ 2 എണ്ണം എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ഇതങ്ങ് ഉണ്ടാക്കും. ആഴ്ചയിൽ ഒരു ദിവസം സാറ്റർഡേ ദിവസം മാഗിയ, സൺഡേ ബ്രേക്ക്ഫാസ്റ്റിൽ രാവിലെ അങ്ങ് ചർച്ചിലങ്ങ് പോകും. പിന്നെ 4 ദിവസമുണ്ട്. അപ്പോൾ അതിൽ 4 ദിവസം ഉണ്ടെങ്കിൽ 3 ദിവസം 2 ദിവസം ഇഡലിയും ദോശയായിരിക്കും കേട്ടോ. പിന്നെ എനിക്കൊന്ന് സൂസന് ഇടയ്ക്കൊക്കെ നോട്ടിഫിക്കേഷൻ ചെല്ലുന്നുള്ളതായിരിക്കും. അന്ന് മൊത്തവും ഈ ഇഡലിയും ദോശയായിരിക്കും. അല്ല, പാസ്തയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ സൂസ. ഞാനത് കമൻറ്റിൽ ഇത്രയൊന്നും വിശദമായിട്ട് പറഞ്ഞില്ല കേട്ടോ. ഇത്രയായിട്ട് വിശദമായിട്ട് എഴുതാനേ, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ വന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഇന്നലെ ഓർത്തി ആരാണ്ടയുടെ കമൻറ്റിന് ഞാൻ കഴിഞ്ഞ ദിവസം റൈസമ്മോൻ്റെ സ്കൂളിലത്തെ കാര്യത്തിന് ഡൗട്ട് പ്രീത ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്കെൻ്റെ മനസ്സിൽ ഉണ്ട്, എൻ്റെ മൈൻഡിൽ ഈ പേര് പ്രസീത എന്നാണ് മൈൻഡിൽ. അപ്പോൾ ഞാൻ ഒരാളുടെ കമൻ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ആളിനെ വ്യക്തമായിട്ട് അറിയാം ഇന്ന ആളാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കമൻ്റൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ആളായിരുന്നു എന്ന് എനിക്കറിയാം. ഒരു പ്രാവശ്യം പറഞ്ഞ പാർക്കിൽ കൂടെ പോകണ്ടേ മലയാളി കണ്ട് സംസാരിച്ച് പിന്നെ അവർ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ലെന്നൊക്കെ. എനിക്ക് പേര് തെറ്റിച്ച് പറഞ്ഞാലോ എന്തെങ്കിലും തോന്നുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രീത എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നെ മറന്നുപോയോ ഞാൻ പ്രീതയാണെന്ന്. പിന്നെന്താ, പിന്നെയും വേറെ ആരാണ്ടയുടെയോ. പിന്നെ പ്രസന്ന ഉണ്ണികൃഷ്ണൻ സെയിം എൻ്റെ സ്വഭാവം തന്നെ പ്രസന്നയ്ക്കും. ഞാനന്ന് കാച്ചിൻ്റെ ബോട്ടിൽ കുപ്പിയുടെ ബോട്ടിലാന്നേലും പ്രസന്ന കഴുകിയെടുക്കും. അതുപോലെ ഞാൻ റേറ്റിൻ്റെ കാര്യം ചോദിച്ചില്ല. എന്തെങ്കിലും ഇപ്പോൾ റീച്ചാൽ എന്തെങ്കിലും ഒരു പിള്ളേർക്ക് ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങിച്ചാൽ ഞാൻ ഉടനെ ആദ്യം ഞാൻ ചോദിക്കുന്നത് എത്ര രൂപയായി, അങ്ങനെയാണ് ചോദിക്കുന്നത്. പ്രസൻ്റെ അതുപോലെ. പിന്നെന്താ, ഇന്നും നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് സൂസ. ഇന്ന് സാൻഡ്വിച്ചാണ് കേട്ടോ. പക്ഷേ ഇന്നാളെ ഞാൻ ഉണ്ടാക്കിയതുപോലെ അതിൽ ഒരു ഇച്ചിരി മുട്ടയും കൂടെ ചേർക്കുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് ഇച്ചിരി മല്ലിയിലൊക്കെ ഇട്ടാണ് പോൾമോന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഞാൻ അവനെപ്പോഴും പറയാമല്ലേ എനിക്ക് ടിഫിൻ തരുമ്പോൾ കുറച്ച് കൂടുതൽ 3 ബൗളിലും ഞാൻ ഇന്ന് പാസ്ത കൊടുത്തിട്ടു. ഇപ്പം ഞാൻ നോക്കിയുണ്ടേ എന്നാൽ കൊണ്ടുവന്നിട്ട് എന്നോട് പറയുകയും ചെയ്തില്ല. ഞാൻ വേസ്റ്റ് കച്ചട ബക്കറ്റ് നോക്കിയുണ്ടേ പാസ്ത കിടക്കും. ഞാൻ ഇതെന്താ എന്ന് പറഞ്ഞു, എനിക്ക് പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു മമ്മി, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, ഒരു ഡബ്ബ ബാക്കി. ഞാൻ പറഞ്ഞു കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു. അന്നേരം പറഞ്ഞു ഞാൻ ആ ടിഫിൻ കൊണ്ട് താഴെയായിരുന്നു, എല്ലാവരും ഒരുമിച്ചല്ലേ ഇന്ന് കഴിച്ചതെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു സാധനം അങ്ങനെ കളയില്ല, നീ വന്ന വഴിക്കേലും കഴിച്ചുകൊണ്ട് ഇങ്ങ് വരാഞ്ഞ എന്താ. എനിക്കതുപോലെ സാധനം കളയുന്നതിനോട് ഭയങ്കര വിഷമമാണ് കേട്ടോ. കാരണം ഒരു നേരത്തെ ആഹാരം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന എത്ര പേരുണ്ട്. നമ്മളും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയൊക്കെ ബുദ്ധിമുട്ടിയ സമയങ്ങളൊക്കെ ഇല്ലേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഓക്കെ. അന്നേരം നമ്മളിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും പിള്ളേർക്ക് കൊടുക്കാനുമായിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഞാനിതിൽ ക്യാരറ്റ്, ബീൻസ്, പയർ, ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, ഇതെല്ലാം ഇച്ചിരി കാബേജ്, ഇതെല്ലാം പൊടിയായിട്ട് ഞാൻ അരിഞ്ഞേക്കും കേട്ടോ. പൊടിയായിട്ട് അരിയാൻ പറ്റത്തില്ലെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ സവാള രാവിലെ അരിയാനായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇന്നലെ രാത്രിയിലേ ഞാനങ്ങ് അരിഞ്ഞു വെച്ചേ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞതായിട്ട് അരിയുമ്പോഴാണ് നമ്മൾ ബ്രെഡിൻ്റെ അകത്ത് വെക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ ടോസ്റ്ററിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങ് കവറിങ് ആവും. എന്നാലും കുഞ്ഞതായിട്ട് പൊടിയായിട്ട് അരിയാൻ നോക്കേ. ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ട് നന്നായി ഇതൊന്ന്
മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മുട്ട ചെയ്യണ്ട എങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാമേ. എനിക്ക് അതിനേക്കായി കുറച്ചുകൂടി ഇഷ്ടമായത് ഇതാ, ആ മഞ്ഞക്കരുവൊക്കെ പൊടിഞ്ഞു പോകുന്നതിനേക്കായി നല്ലത് ഇങ്ങനെ ചെയ്യുന്നതായിരുന്നു എനിക്ക് കുറേ കൂടി ഇഷ്ടമായത്. ഞാൻ ആ മുട്ട ഇതിലൊഴിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് വലിയ വലിയ പീസ് വേണ്ട, കുഞ്ഞു പീസ് മതി. അതുകൊണ്ട് അടിയിലെങ്ങാണ് ഈ പാൻ്റെ അകത്തങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ഇച്ചിരിയും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ആ തവിയും സ്പാച്ചിൽ ഇതും കൊണ്ട് ഞാൻ ഒന്ന് വലിയ പീസുകളൊക്കെ ഒന്ന് കുഞ്ഞതായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പൊടിയ കുഞ്ഞു പീസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് അതല്ല, ഈ പച്ചക്കറിക്കകത്ത് മുട്ടയെല്ലാം ഇട്ട് കൊടുത്ത് ഞാൻ മയോണൈസും ടൊമാറ്റോ സോസും ഒഴിച്ച്, പക്ഷേ പനീർ ഗ്രേറ്റ് ചെയ്യാൻ മറന്നുപോയി. അപ്പം ഞാൻ ഇന്നാളെ എടുത്ത പനീറിൻ്റെ ബാക്കി ഒരു പീസുണ്ട്, അതാണ് ഇതിൻ്റെ അകത്ത് ഗ്രേറ്റ് ഇടുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ മല്ലിയില ഇട്ടതാണ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചേർത്തോടെ മല്ലിയില ഇട്ടില്ല. ഈ മല്ലിയില ഇന്ന് ഇട്ടപ്പോഴായിരുന്നു ഒരു അടിപൊളി ഒരു പ്രത്യേക ടേസ്റ്റെന്ന് പോൾമോൻ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ മുട്ടയും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് പിന്നെ ബ്രെഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാനിതൊന്ന് ഗ്യാസിൽ വെക്കുന്ന ടോസ്റ്ററിൽ വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കട്ടെ. ഇതങ്ങനെ കഴിക്കാനും നല്ലതാണ്, പിന്നെ ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാനാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. ഇപ്പം നമ്മുടെ ഇനി സാൻഡ്വിച്ച് ഇതെല്ലാം ഓരോന്നായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ. ഇപ്പം എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി 1-2 കൂടെ ഉണ്ടാക്കാനുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ്, ഒരു ഹെൽത്തി ആയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നേ. നേരമൊക്കെ വെളുത്ത് പ്രൈസമ്മോനെ കൊണ്ട് വിട്ടു. ഞാനേ ഇല്ല കരിയിലൊക്കെ കിലി ചലയ്ക്കുന്നേ, അതും കൂടെ കുറേ സൗണ്ട് കേട്ടോ. അതായിരുന്നോ എന്തുമായിരുന്നോ, അത് എടുക്കാൻ വന്നിയാ. പാളയത്തോടം പഴം ഇന്നലെ രാത്രി കൊണ്ടുവന്നേ, അപ്പോൾ ഇത് പച്ചയായിരുന്നു. ഞാൻ ചിന്തിച്ചതേ കമ്പിളി നാരങ്ങ, ചെറിയ കമ്പിളി നാരങ്ങയാണ്. അങ്ങനെ കട്ട് ചെയ്ത് നോക്കിയപ്പോഴും കമ്പിളി നാരങ്ങയുടെ മണം. എനിക്ക് തോന്നുന്നു കമ്പിളി നാരങ്ങ കഴിച്ചാൽ പറയുന്നത് മുസമ്പിയാണ്. മുസമ്പിയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ചിന്തിച്ച ആ ഒരെണ്ണം ഒന്ന് പൊളിച്ച് നോക്കാമെന്ന്. കണ്ടാൽ കുഞ്ഞ് കമ്പിളി നാരങ്ങയുടെ കൂട്ട് ഇരിക്കുന്നു. മുറിച്ചപ്പോഴും എന്തോ മണമായിരുന്നെന്നറിയാമോ, നല്ല അടിപൊളി മണമാണ്. നമ്മൾ ഈ കമ്പിളി നാരങ്ങ മുറിക്കുമ്പോഴും 2 സൈഡും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിച്ചാത്തി ആ നാരങ്ങ കൊണ്ടാൽ അത് കഴിക്കും. അപ്പം അകം വരെ കൊള്ളാതെ ഈ തൊലി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാ സൈഡും ഇങ്ങനെ ഓരോ വര വരയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊളിക്കാൻ പറ്റും. ചില ഞങ്ങളുണ്ട് കമ്പിളി നാരങ്ങ ഇങ്ങനെ പിച്ചാത്തി കൊണ്ട് നടുക്കി മുറിക്കും. അങ്ങനെയുള്ളതാണ് അത് നാരങ്ങ കഴിക്കുന്നത്. പിച്ചാത്തി കൊണ്ടാൽ കൈപ്പരസം ഉടനെ ഉണ്ടാവും. അതിങ്ങനെ ഇതൊക്കെ മുസമ്പിയാണ് പൊളിച്ചിട്ട്. ജ്യൂസ് അടിക്കാൻ പറഞ്ഞു. എനിക്ക് ജ്യൂസറൊന്നും എടുത്ത് ഇത് ഇത്രയും അടിക്കാൻ വേണ്ടി ആ ജ്യൂസർ എടുത്ത് അത് കഴുകുന്ന പാടെല്ലാം ഭയങ്കര മെനക്കേടാണ്. വലിയ സുജാതയുടെ ജ്യൂസറാണ്. അല്ലാതെ വേറെ ടൈപ്പായിരുന്നെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാം. ഇങ്ങനെ ഇനി പൊളിക്കാമെന്ന് വെച്ച്. മധുരമുണ്ട്. തിന്നുണ്ട ഞാൻ പറഞ്ഞില്ലേ, നല്ല മധുരമുണ്ട്. ചെറുതാണെങ്കിൽ ഇത് ഒത്തിരി അങ്ങ് നീരില്ലാത്ത ഒരു ടൈപ്പ്. നീരുണ്ട്, എന്നാൽ മറ്റേ ചെറുതിനേക്കായി ഒരിത്തിരി കുറവാണ്. അതുകൊണ്ട് നല്ലൊരു സൈസ് മധുരമുണ്ട്.
പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇന്നൊന്ന് വെള്ളത്തിൻ്റെ ക്യാനൊക്കെ ഒന്ന് കഴുകി വെള്ളം നിറച്ച് പാത്രങ്ങൾ കഴുകാൻ അവിടെ കിടക്കുന്നേ ഉള്ളൂ. ആദ്യം ഇതങ്ങ് ചെയ്തിട്ട് ഞാൻ മീനും എടുത്ത് വെള്ളത്തിൽ ഇട്ടേക്കുക. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് കുടിക്കാൻ വെച്ചിട്ട് കുറച്ച് പാത്രം കഴുകി, ഇനി കുറച്ചുകൂടെ ഉള്ളൂ. ഇപ്പോൾ മിക്കവാറും വൈകിട്ട് പോൾ വന്നത് കഴിഞ്ഞതിന് ശേഷമാണ് തുണി കഴുകാനിടുന്നത്. കാരണം അവൻ ഇട്ടിട്ട് വന്നതുകൂടെ ഇട്ടിട്ട് ആണ് ചെയ്യുന്നത്. മീൻ അന്ന് ഞാൻ പോയില്ലേ മത്തിയും ഈ കുഞ്ഞായലയൊക്കെ വാങ്ങിച്ചേ, അത് ഇനി ഒരു കൂട്ടം കൂടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് മുളക് അരച്ച് വെച്ചിട്ട് ഇവിടെ ഇപ്പം ആരും അങ്ങനെ വലിയതായിട്ട് അത്ര സംതൃപ്തിയോടെ കഴിക്കുന്നില്ല. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഇന്ന് തേങ്ങ അരച്ചങ്ങ് വെക്കാമെന്ന്. ഇവിടെ സാധാരണ അപ്പച്ചന് തേങ്ങ അരച്ച് വെക്കുന്നത് ഇഷ്ടമല്ല, മുളക് അരച്ചതും കഴിക്കുന്നില്ല. ഞാൻ എന്നാൽ ചിന്തിച്ചെന്നാൽ തേങ്ങ അരച്ചങ്ങ് വെച്ചേക്കാം. ഇപ്രാവശ്യം തേങ്ങ അരച്ച് വെച്ചത് കഴിക്കുകയും ചെയ്തു. എനിക്ക് ചില സമയത്ത് മുളക് അരച്ചതിനേക്കാൾ ഇഷ്ടം ഇതാണ്. ഇന്നിപ്പോൾ ചിന്തിച്ച് ഇതിനോടൊരു താല്പര്യം തോന്നി, അങ്ങനെ ഇതുണ്ടാക്കാൻ കാര്യം. അപ്പോൾ ഈ മീൻ ഇങ്ങനെ നമ്മൾ തേങ്ങ അരച്ചതിൻ്റെ അകത്തൊക്കെ തക്കാളി പിന്നെ പച്ചമുളക് ഇതൊക്കെ നമ്മൾ കീറിയിടത്തില്ലേ, അതൊക്കെ എടുത്ത് കഴിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ പച്ചത്തക്കാളി ഉണ്ടെങ്കിൽ കുറേ കൂടെ നല്ല. ഇവിടെ അങ്ങനെ പച്ചത്തക്കാളി ചില സമയത്ത് കിട്ടും. പിന്നെ ഇരുമ്പുളിയൊക്കെ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, മാങ്ങ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേയും കൂടെ നല്ല. എൻ്റെ വായിൽ നിന്ന് വെള്ളം വന്ന് അങ്ങനെ പറഞ്ഞെന്നെ. അപ്പം ഞാൻ എന്ത് വന്നാലും ഇതൊന്ന് വെട്ടിയെടുക്കട്ടെ. അങ്ങനെ ചിലത് രണ്ടാക്കാം, ചിലത് അങ്ങനെ ഇടാനൊക്കത്തുള്ളൂ. പക്ഷേ വെച്ചിട്ട് മീൻ ഇത്രയും ദിവസം ആയെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ചെകിളയൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്കറിയാലോ, നല്ല ചുമന്നിരിക്കുന്ന ചെകിളയല്ലേ. ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോഴേ അകത്തെ എല്ലാം ഇങ്ങ് വരും. ചില സമയത്ത് അങ്ങനെ എല്ലാം കൂടെ അകത്തെ എല്ലാം കൂടെ വരത്തില്ല, നമുക്ക് ഇളക്കി കളയേണ്ടി വരും. അപ്പോൾ ഞാൻ ചട്ടിക്കകത്ത് ഞാൻ പറഞ്ഞില്ലേ ടൊമാറ്റോ ഒക്കെ ഇടുന്നത് എനിക്കിഷ്ടമാണ്, അതെടുത്ത് കഴിക്കാൻ. ഈ ടൊമാറ്റോ നല്ല കുഞ്ഞൻ ടൊമാറ്റോ, ഇപ്പോൾ കിട്ടുന്ന ടൊമാറ്റോ നല്ല മാംസമുള്ള, അകത്ത് നല്ല മാംസമുള്ള ടൊമാറ്റോയാണ്, നല്ല പഴുത്തയായിരുന്നു. അതും ഒരു 2-3 അരിഞ്ഞ് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ആ ടൊമാറ്റോയ്ക്ക് അത്ര പുളി ഇല്ലാത്തത് കൊണ്ട് കുടംപുളിയും ചേർത്തിട്ടുണ്ട്. പിന്നെ അരപ്പ്, ആവശ്യത്തിനുള്ള അരപ്പ്. ഇതിനൊക്കെ അരപ്പ് എത്രയുണ്ടോ അതനുസരിച്ചാണ് കറിയുടെ ഒരു ടേസ്റ്റും തിക്നെസ്സും കിട്ടുന്നത്. ഞങ്ങളുടെ ഗാർഡനിലൊക്കെ ഇരുമ്പുളി ഉണ്ടല്ലോ, താണ് നിൽക്കുമായിരുന്നു. ആ ഗാർഡൻ നോക്കുന്ന അങ്ങാരത് കോതി മേളിലായി ഇപ്പം. പക്ഷേ കുലിക്കുക അത് താഴെ വീഴും, പിഞ്ച് കുറച്ചുകൂടെ പിടിക്കുന്നുണ്ടത്. അരപ്പിൻ്റെ അകത്തെ ഉലുവാപ്പൊടിയൊക്കെ ചേർത്തയാണ്. അരപ്പിൻ്റെ അകത്ത് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണിന് ഇച്ചിരി കൂടെ ഉലുവാപ്പൊടി, 2-3 അല്ലി വെളുത്തുള്ളി. ചിലപ്പോൾ ഞാൻ മീൻ ചട്ടിക്കകത്ത് വെട്ടിയിട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് അരപ്പ് ചേർക്കും. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് അരപ്പ് ഇതെല്ലാം ചേർത്ത് തീ ഓണാക്കിയിട്ടുണ്ട്. അരപ്പ് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പം മീൻ പറക്കിയിടുക. ചില സമയത്ത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്താലും വക. കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില, നല്ല പച്ച കറിവേപ്പിലാണെങ്കിൽ നല്ല അടിപൊളി മണമാണ്. ഇത് ഇച്ചിരി ഉണങ്ങിയതായിരുന്നു. ഇതിൽ ഞാൻ ചില മീൻ 2 പീസാക്കി, ചിലത് അതുപോലെ ഇട്ടേക്കുക കേട്ടോ. അപ്പോൾ മീനൂടെ പറക്കിയിട്ട് കൊടുക്കട്ടെ. മുറിക്കാതിട്ടത് ഞാനിങ്ങനെ ഒന്ന് വരഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം മസാലയൊക്കെ അതിൻ്റെ അകത്ത് നന്നായി പിടിക്കും. അപ്പോൾ ജിയോ മാർട്ടിൽ നിന്ന് കുറച്ച് സാധനം ഓർഡർ ചെയ്ത്, ഇന്നലെ ഞങ്ങൾ ജിയോ മാർട്ടിൽ നിന്ന് 9:45 അവർ കൊണ്ടുവന്നു. അപ്പോൾ റീച്ചാൻ ചോദിച്ച്, ഇപ്പം നേരത്തെയൊക്കെ 8 മണി വരെ ഉള്ളായിരുന്നു, അന്നേരം ഇപ്പം കൊച്ചൻ പറഞ്ഞു 6 മണി തൊട്ട് 11 മണി വരെ ഇപ്പോൾ ഉണ്ടെന്ന്. എന്നാൽ കറിവേപ്പില എനിക്കില്ലായിരുന്നു. മീൻ കറി ഉണ്ടാക്കുന്നതിന് മുമ്പിട്ട് കറിവേപ്പില വരും. ഇപ്പം ജിയോ നേരത്തെ ആണെങ്കിൽ 5-10 മിനിറ്റിനകം അവർ വരുമായിരുന്നു. ഇപ്പോൾ ഇച്ചിരി ലേറ്റാവും നമ്മൾ ഓർഡർ ചെയ്താലും. കറിവേപ്പില ഉണങ്ങിപ്പോയി, അത്ര മണമൊന്നുമില്ല. ഇത് വേണ്ടായിരുന്നല്ലേ, ദഹിയായിരുന്നു, തൈരായിരുന്നു, വേണ്ടെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ എനിക്ക് വാനില കോഫി പൗഡർ ഇഷ്ടമാഞ്ഞ് എന്ന് തൊട്ട് ജിയോ മാർട്ടിൽ നോക്കുകയും ഇത് വേറൊരെണ്ണം. സവാള, ഉരുളൻകിഴങ്ങ്, തേങ്ങ.
ഈ തേങ്ങ എത്ര രൂപയാണെന്നുണ്ടോ? അപ്പോൾ ഞാൻ വൈകിട്ട് റേച്ചാനോട് തേങ്ങ എത്ര രൂപയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 40 രൂപ കുഞ്ഞാണി തേങ്ങയ്ക്ക്. നാട്ടിൽ കിലോ കണക്കാണ്, ഇവിടെ അങ്ങനല്ല. അപ്പോൾ മീൻകറിയൊക്കെ വറ്റുവന്ന് ഞാൻ അതിൽ കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും, അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.